ഇന്ന് നമ്മൾ പോകുന്നത് ഹിസ്റ്റോറിക്കൽ പ്ലേസായ തലക്കാടുള്ള 5 ക്ഷേത്രങ്ങളിലാണ്. കാവേരിയുടെ തീരത്തുള്ള തലക്കാടിന് ഒരു കാലത്ത് 30-ലധികം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതിലിപ്പം മെജോറിറ്റിയും മണ്ണിനടിയിലാണ്. ഈ കാണുന്നത് വൈദ്യനാഥേശ്വര സ്വാമി ടെമ്പിൾ. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്ന് പറഞ്ഞിരുന്നാലും ഇവിടെ ഞങ്ങൾ പോയപ്പം പൂജകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. 14th സെഞ്ച്വറിയിൽ അന്ന് കർണാടകയിലെ രാജാവായിരുന്നു ചോള രാജാവ്. ചോള രാജാവാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്തത്. അതും ദ്രാവിഡ സ്റ്റൈലിൽ ഗ്രാനൈറ്റ് കൊണ്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ വീഡിയോയുടെ മുന്നോട്ട് പോകുമ്പം ഒത്തിരി കല്ല് കൊണ്ട് പണിത രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് മെയിൻ എൻട്രൻസിൻ്റെ 2 സൈഡിലുമായിട്ട് ദ്വാരപാലകന്മാരെ കുറ്റൻ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഉള്ളിലോട്ട് ക്യാമറ അലൗഡ് അല്ല, അപ്പം ഞാൻ കട്ട് ചെയ്ത് ഇത് പുറത്തുള്ള കാഴ്ചകളാണ്. ഈ തലക്കാട് പഞ്ചലിംഗ ദർശനത്തിൽ പേര് കേട്ട 5 ക്ഷേത്രങ്ങൾ ഈ തലക്കാടിലുണ്ട്. 5 ക്ഷേത്രങ്ങളും മഹാദേവൻ്റെ തന്നെയാണ്. മഹാദേവൻ്റെ 5 അവതാരത്തെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 ക്ഷേത്രങ്ങളും ഒരു കാലത്ത് മണ്ണിനടിയിലായിരുന്നു. ഈ തലക്കാട് എന്ന് പേര് വരാനും വൈദ്യനാഥേശ്വര സ്വാമി ടെമ്പിൾ എന്ന് പേര് വരാനും ഒരു മിത്തിയോളജി ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട്. അതായത് സോമദത്തൻ എന്ന സന്യാസി ശിഷ്യന്മാരുമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക് ഒരു കൂട്ടം ആനകൾ ഇവരെ കൊന്നു. പിന്നീട് ഇവർ ആനകളായി പുനർജനിക്കുകയും മരത്തിൻ്റെ രൂപത്തിൽ ശിവനെ ആരാധിക്കുകയും ചെയ്തു വരികയായിരുന്നു. അപ്പോൾ താലയും കടുവും പേരുള്ള 2 ഹണ്ടേഴ്സ് മരം മുറിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ മരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി വന്നു. അപ്പം ഈ മരം ഭഗവാന്റെ രൂപമാണെന്ന് അത് വെട്ടി മാറ്റരുത് എന്നും ഒരു പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ദിവ്യ ശബ്ദം അവർ കേൾക്കുകയും അവർ പിന്നീട് ഇലയും പഴങ്ങളും കൊണ്ട് ഈ മുറിവ് മൂടി പിന്നീട് അത് മുറിവ് ഉണങ്ങുകയും ചെയ്തു. അന്ന് മുതലാണത്രേ ഈ സ്ഥലം തലക്കാട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ രൂപത്തിൽ ശിവൻ സ്വയം സുഖപ്പെടുത്തിയത് കൊണ്ടാണ് വൈദ്യനാഥൻ അല്ലെങ്കിൽ വൈദ്യേശ്വരൻ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇവിടെ ശ്രീ വൈദ്യനാഥേശ്വര ടെമ്പിൾ ആയി പേര് വന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വെളിയിലിറങ്ങി ഇനി അടുത്ത് 4 ക്ഷേത്രങ്ങളിലോട്ട് അടുത്തടുത്ത് തന്നെ. ഇതൊക്കെ ഒരു കാലത്ത് മണ്ണിനടിയിലായിരുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ച കാണുന്നത്. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി ഗൈഡ്സ് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്ര ഫീസ് കൊടുത്താൽ മതി, നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരെയും ഹയറൊന്നും ചെയ്തില്ല. ഇതുപോലെ ബുക്സൊക്കെ വിൽക്കുന്ന ആൾക്കാരും പിന്നെ ഒത്തിരി ഈ അമ്മൂമ്മമാരൊക്കെ സൈഡിൽ ഭിക്ഷ യാചിക്കുന്നവരൊക്കെ ഇനി പോകുന്ന വഴിക്ക് ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. ഇത് അതിൻ്റെ അടുത്തുള്ളൊരു ചെറിയ ക്ഷേത്രമാണ്. പക്ഷേ ഒരു ക്ഷേത്രത്തിൻ്റെയും ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് ചെന്നപ്പോഴത്തേക്കും ഓഫ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഈ പോകുന്ന വഴി അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകുന്നത് വരെ ഇങ്ങനെയാട്ടോ വഴി വരുന്നത്. ഫുൾ മണൽ കൊണ്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. അപ്പം ഒത്തിരി ദൂരം നമുക്ക് നടക്കുമ്പോഴത്തേക്കും കാലുവേദനയൊക്കെ വരും ഈ മണലിൽ കൂടെ നടക്കുമ്പോഴേ. പിന്നെ സൈഡിൽ കൂടെയൊക്കെയാണ് നടന്നത്. ഇത് കണ്ണൻ നമുക്ക് സ്റ്റോറി പറഞ്ഞു തരുന്നതാണ്. പക്ഷെ അവനും വലിയ ഐഡിയ ഒന്നും ഇല്ല, എന്തൊക്കെയോ പറഞ്ഞു തരുന്നു. അറിഞ്ഞൂടാത്തതുകൊണ്ട് നമ്മളത് കേൾക്കുന്നു. ഇത് നെക്സ്റ്റ് ടെമ്പിളാണ് ശ്രീ പാതാളേശ്വര സ്വാമി ടെമ്പിൾ. ഇത് ഒരു കാലത്ത് മണ്ണിനടിയിലായിരുന്നു. പിന്നെ ഇത് ഇപ്പം ക്ഷേത്രമാക്കി മാറ്റി ചെറിയ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പൂജാദ്രവ്യങ്ങളൊക്കെ വരുന്ന ടൂറിസ്റ്റൊക്കെ മേടിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ 5 ശിവലിംഗം ഞാൻ കാണിച്ചിരുന്നല്ലോ. ഇവിടെ 5 ശിവലിംഗമുണ്ട്. ഇവിടെ നമുക്ക്
നമ്മൾ മേടിച്ച ഇതൊക്കെ ഇവിടെ സമർപ്പിക്കാൻ പറ്റും. ഇവിടെയും ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. പുറത്ത് വന്നപ്പോൾ ഈ ഒരു സുന്ദരക്കുട്ടൻ കിടക്കുന്നുണ്ട്. വിളിച്ചിട്ട് എനക്കൊന്നുമില്ല. അങ്ങനെ ഐസ്ക്രീം മേടിച്ചു. മാംഗോ ഫ്ലേവറാണ് മൈ ഫേവറേറ്റ് വൺ. പിന്നെ നെക്സ്റ്റ് നമ്മൾ നടത്താൻ തുടങ്ങി 3ാമത്തെ ക്ഷേത്രത്തിലോട്ട്. ഒത്തിരി നടക്കണം. ഈ മണലിലൂടെ നമുക്ക് നടക്കാൻ പാടുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. ഒത്തിരി നടക്കുമ്പോഴത്തേക്കും കാലൊക്കെ വേദനിക്കും. 2 കുട്ടികൾ, നമ്മളൊക്കെ ഈ പണ്ട് കളിച്ചിട്ടില്ലേ മണ്ണുകൊണ്ട്, സെയിം തിങ്ങാണ് എപ്പോഴും അവരും കളിക്കുന്നത്. എത്ര ജനറേഷൻസ് കഴിഞ്ഞാലും ചില കളികൾ, ചില ഗെയിംസ് ഒന്നും നമ്മൾ മറക്കത്തില്ല അല്ലേ. അങ്ങനെ നമ്മൾ 2 പേരും കൂടി ഇതേ നടക്കുന്നുണ്ട്. അവർ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ മണലിൽ നടക്കാൻ നല്ല പാടാണ്. ഇത് നമ്മൾ ലാസ്റ്റ് വന്നിറങ്ങുന്ന, അതായത് 5ാമത്തെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. നമ്മൾ ലാസ്റ്റ് ഇവിടെ വരും കേട്ടോ. ഇത് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു കാലത്ത് മണ്ണിനടിയിലായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നടന്ന് 3ാമത്തെ ക്ഷേത്രമായ ശ്രീ മുരുളേശ്വര ക്ഷേത്രത്തിലെത്തി. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നു. ഇവിടെയും ഫോൺ അലൗഡ് അല്ല. ഇത് പുറത്ത് ശിവലിംഗമാണ്. പിന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഒത്തിരി ബട്ടർഫ്ലൈസിനെ കാണാം. ഒത്തിരി. എനിക്ക് പണ്ട് മുതലേ ബട്ടർഫ്ലൈസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. അങ്ങനെ എവിടെ പോയാലും ഞാനതിന് വീഡിയോ എടുക്കും. ബട്ടർഫ്ലൈസ് മേ ബി എൻ്റെ ഗാർഡിയൻ ഏഞ്ചലായിരിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങനെ കണ്ട് ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ട്. പല രീതിയിലുമുള്ള ബട്ടർഫ്ലൈസ് നമുക്കിവിടെ കാണാൻ പറ്റും. സമയമില്ലാത്തതുകൊണ്ട് കുറച്ചേ എടുത്തോളൂ. അങ്ങനെ ഇത് നെക്സ്റ്റ് ടെമ്പിളാണ്. ഇവിടെ നമ്മളധികം നിന്നില്ല, ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടിറങ്ങി. നമ്മൾ ദൂരേന്ന് കണ്ടില്ലേ, ആ ഒരു ടെമ്പിളാണിത്. ശ്രീ കീർത്തി നാരായണ ടെമ്പിൾ. അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പൂജ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. ഇവിടെയും എല്ലാം നമ്മൾ ഫസ്റ്റ് വൈദ്യനാഥ ക്ഷേത്രത്തിൽ കണ്ടതുപോലെ തന്നെ കല്ലുകൊണ്ട് കൊത്തി വെച്ചിട്ടുള്ള കുറേ ശില്പങ്ങൾ നമുക്കിതിൻ്റെ ഇവിടെ ഈ ഒരു ഗോപുരത്തിലും കാണാം, ആ കാണുന്ന ഒരു അമ്പലത്തിലും കാണാം. ഒത്തിരി ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പുറത്തോട്ട് പോകും, വീഴും. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുമുണ്ട്, സൈഡിൽ കൂടെ വീഴുമെന്ന് നോക്കുന്നുമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ആർക്കിയോളജിക്കൽ പ്ലേസ്, ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഓരോ ഭാഗത്തൂടി നടക്കുമ്പോൾ മേ ബി ഒരു 1000 years ബിഫോറൊക്കെ ഒരു മേ ബി ഒരു രാജാവോ രാജ്ഞിയോ അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതിലേ കൂടെ നടന്ന സ്ഥലങ്ങളാണല്ലോ നമ്മൾ നടക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ്. എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫീലിങ്സാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എനിക്ക് ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കി നടക്കുന്നതും ഈ ശില്പങ്ങളിലൊക്കെ തൊടുമ്പോഴുണ്ടല്ലോ, ഈ കലാകാരന്മാരെയാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് ഈ ശില്പം കൊത്തിവെച്ച കലാകാരന്മാർ, അവർ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരുടെ ഐഡിയാസ്, അവരുടെ ടാലൻസ്, ഇതൊക്കെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. ഇത് ഫുൾ ഇതിൽ കൂടെ നടക്കുമ്പോഴും വലിയ ഇതൊക്കെ പാറ കല്ലുകളാണ്. പക്ഷെ നടക്കുമ്പോൾ അത്ര ചൂടോ ഒന്നും അധികം തോന്നിയിട്ടില്ല. ഇത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഈ ഏരിയ മൊത്തവും ഫുൾ ബട്ടർഫ്ലൈസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ് നമുക്കിവിടെ കാണാൻ പറ്റും.
നല്ല രസമല്ലേ ഇത് കാണാൻ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ, എനിക്കിത് കാണുമ്പോഴൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. അതാ ഞാൻ പിന്നെ ഇതിൻ്റെ പിക്ക് എടുത്തത്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കുളം കണ്ടു. പക്ഷേ അവിടെ ആരെയും അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് യാത്ര. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.